ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ, പെൺകുട്ടികളെ രക്ഷിക്കൂ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മുദ്രാവാക്യമാണിത്. എന്നാൽ ഈ മുദ്രാവാക്യത്തോട് ആ പാർട്ടിയിലുള്ളവർ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന BJP നേതാക്കളുടെ പ്രസ്താവനകൾ കേട്ടാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീകളെ സംരക്ഷിക്കണം, സ്ത്രീകളെ രക്ഷിക്കണം എന്ന് പറയുന്നവരുടെ നാക്കിൽ നിന്നും അവരെ അപമാനിക്കുന്ന മ്ലേച്ഛകരമായ വാക്കുകളാണ് പുറത്തു വരുന്നത്. ആദ്യത്തെ സംഭവം കരൂരിലാണ്. കോൺഗ്രസ് MP ആയ S ജ്യോതിമണിക്കെതിരെ BJP ജില്ലാ പ്രസിഡന്റായ VV സെന്തിൽനാഥൻ നടത്തിയ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറിക്കാണ് കാരണമായിരിക്കുന്നത്. ഫെബ്രുവരി 10 നടന്ന ഒരു പൊതുയോഗത്തിൽ വെച്ച് ഒരു വനിതാ ജനപ്രതിനിധിയുടെ മാന്യതയെ തകർക്കുന്ന രീതിയിലുള്ള ലൈംഗിക ചുവയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലൈംഗിക അടിമത്വം, സ്റ്റെപ്പിനി എന്നീ വാക്കുകൾ ഉപയോഗിച്ചാണ് അവരെ അപമാനിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചത്. സ്റ്റെപ്പിനി എന്നാൽ വാഹനത്തിന്റെ സ്പെയർ ടയർ ആണെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടുകളിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എങ്കിലും പോലീസ് വെറുതെ വിടാൻ ഭാവമില്ല. ഭാരതീയ ന്യായ സംഹിതയിലെ സ്ത്രീകളെ അപമാനിച്ചാൽ ഏത് കേസാണോ ചുമത്തേണ്ടത് ആ കേസ് തന്നെ സെന്തിൽനാഥനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത വിവാദം പുറത്തു വന്നു. ഇത്തവണ നടി തൃഷയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയത് തമിഴ്നാട് BJP അധ്യക്ഷൻ സൈനാർ നാഗേന്ദ്രനാണ്. നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ വിമർശിക്കുന്നതിനിടയിലാണ് തൃഷയെ അദ്ദേഹം വലിച്ചിഴച്ചത്. വിജയ് രാഷ്ട്രീയം പഠിക്കണമെന്നും അതിനായി ആദ്യം തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തു വരണമെന്നാണ് അദ്ദേഹം അട്ടഹാസത്തോടെ പറഞ്ഞത്. സ്വന്തം ജോലി നോക്കി, സ്വന്തം വ്യക്തിജീവിതം നോക്കി മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഇതിലേക്ക് വലിച്ചിടാൻ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിഞ്ഞത്? ഇതിനെതിരെ തൃഷയും രംഗത്ത് വന്നതോടെ മാപ്പ് പറഞ്ഞ് തടി തപ്പാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം തങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് ഭയന്നാണോ BJP ഇത്തരം തറവേലകൾ കാണിക്കുന്നത്? ഭാരതീയ സംസ്കാരം സ്വന്തം സ്വത്താണെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി സ്ത്രീകളെ തേജോവധം ചെയ്യുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരെയും എന്തും പറയാമെന്ന ധാരണ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. വാക്കുകൾക്ക് സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. ഒരു ഭാഗത്ത് സ്ത്രീകളെ രക്ഷിക്കണം, സ്ത്രീകളെ പഠിപ്പിക്കണം, സ്ത്രീകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് മറുഭാഗത്ത് പോയി അവരെ അപമാനിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് തന്നെ പറയണം. ബേട്ടി ബച്ചാവോ എന്ന് വെറുതെ വിളിച്ചു പറഞ്ഞാൽ പോരാ, അത് സ്വന്തം പ്രവൃത്തിയിൽ കൂടി കാണിക്കാൻ BJP നേതാക്കൾ പഠിക്കേണ്ടതുണ്ട്. കുൽദീപ് സിംഗ് സെനഗറിനെ പോലെയുള്ള ആളുകളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്ന BJPയിൽ നിന്ന് എന്തായാലും നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്.